2100 സെറ്റ് ഓഫ് ബോക്സിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ പറയുകയാണ്. അതായത് 8 ഫീറ്റ് ഡിഷ് ഇപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തായിരുന്നു. നമ്മൾ 6 ഫീറ്റ് ഡിഷ് MRന്റെ 6 ഫീറ്റ് ഡിഷ് കൊണ്ടുവന്നപ്പോൾ തന്നെ 8 ഫീറ്റ് ഡിഷ് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം 8 ഫീറ്റ് ഡിഷ് ഞാൻ അറേഞ്ച് ചെയ്യുകയാണ്. എന്തായാലും ഒരു സാമ്പിൾ ഒരെണ്ണം ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത 8 ഫീറ്റ് ഡിഷ് തന്നെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. നമുക്കിനി ഓരോ പാഴ്സൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഉള്ളവർ ഒന്ന് അർജൻറ്റായിട്ടൊന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് അറേഞ്ച് ചെയ്ത് തരാം. ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഓരോ പാഴ്സൽ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. ആവശ്യാനുസരണം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് 7400 രൂപയാണ് ഡിഷിന് നമുക്കൊരു പ്രൈസ് വരുന്നത്. പ്ലസ് 500 കൊറിയർ ചാർജ് വരും. ഇനി നമ്മൾ ഡിഷ് വേറെ 8 ഫീറ്റ് ഡിഷ് ഇതിപ്പോൾ 18 റിബിൻ്റെ ആണ്. ഇനിയിപ്പോൾ 12 റിബിൻ്റെ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് കുറഞ്ഞ് നിൽക്കും. അതിനി വരുന്നുണ്ട് അടുത്തതായിട്ട് തന്നെ. എന്തായാലും വരും ദിവസങ്ങളിൽ മാക്സിമം നമുക്ക് റേറ്റ് കുറച്ചിട്ട് നല്ല ഡിഷ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6900-ന് 6 ഫീറ്റ് ഡിഷ് വെച്ചിട്ട് തന്നെ നമ്മൾ പാക്കേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ മാക്സിമം 8 ഫീറ്റ് ഡിഷ് മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ട്, നല്ല സിഗ്നൽ കിട്ടുന്ന രീതിയിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മാക്സിമം എല്ലാവർക്കും, അതായത് ഓൾ കേരള ഈ ഒരു 500 റുപ്പീസിന് തന്നെ ഓൾ കേരള നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് DTDC കൊറിയർ വഴി തന്നെ ഓൾ കേരള സെൻഡ് കൊടുക്കുക. ഇനിയിപ്പം ആർക്കും ഡിഷ് എങ്ങും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വേണ്ട. മാക്സിമം നമ്മൾ 6 ഫീറ്റ് 8 ഫീറ്റ് ഡിഷും കേരള ഫുള്ള് നമ്മൾ എന്തായാലും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഡിഷ് നമ്മൾ നേരത്തെ ചെയ്യുന്നില്ലായിരുന്നു, കാരണം ഡിഷ് കിട്ടാൻ പാടാണ്, അവൈലബിലിറ്റി കുറവാണ് ഡിഷിൻ്റെ. പിന്നെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പാക്ക് ചെയ്യുന്നതിൻ്റെയും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, കാരണം വലുതായതുകൊണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഡിഷ് ചെയ്യാറുള്ളത്. പക്ഷേ ഡിഷ് കസ്റ്റമേഴ്സിന് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. സമയമില്ലാത്തത് കൊണ്ട് എന്നാലും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് 2100 Pro സെറ്റ് ഓഫ് ബോക്സിന്റെ ഒരു റിവ്യൂ ആണ് നോക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് ഞാൻ പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് അഡാപ്റ്റർ, അതിനകത്ത് തന്നെ അഡാപ്റ്റർ ഉണ്ട്. അതായത് നമ്മുടെ എല്ലാ സെറ്റ് ഓഫ് ബോക്സിന്റെയും പോലെ തന്നെ ഒരു 12 വോൾട്ട് 1.5 ആംപ്സ് അഡാപ്റ്റർ, പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റിമോട്ട് കൺട്രോളർ, നല്ലൊരു ക്വാളിറ്റിയുള്ള റിമോട്ട് കൺട്രോളറാണ്. അവർ നല്ലോണം പാക്ക് ചെയ്തിട്ടാണ് അവർ വെച്ചിരുന്നത് ഇതിനകത്ത്. സാധാരണ എല്ലാ സെറ്റ് ഓഫ് ബോക്സിനെ പോലെ തന്നെ റിമോട്ട് കൺട്രോളർ, AV കേബിള്, അതിൻ്റെ അഡാപ്റ്റർ, ഇത്രയും സാധനമാണ് അതിൻ്റെ കൂടെ വരുന്നത്. നല്ലൊരു തെർമോക്കോളിലൊക്കെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. സാധാരണ 6303 സെറ്റ് ഓഫ് ബോക്സ് ഒക്കെ ആണെങ്കിൽ ഇത്രയും തെർമോക്കോൾ അങ്ങനെയുള്ള വലിയ പാക്കിംഗ് ഒന്നുമില്ല. പക്ഷേ 2100 പ്രോയും 6141 പ്രോയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാക്കിംഗ് ആണ് വരുന്നത്. ഇതാണ് 2100 പ്രോയുടെ റിമോട്ട് കൺട്രോളർ എന്ന് പറയുന്നത്. നല്ല ഓപ്ഷൻസ് ഒക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാം. ഇതാണ് AV കേബിള്. നമ്മൾ റേറ്റ് കുറഞ്ഞു വരുന്ന സെറ്റ് ഓഫ് ബോക്സിൻ്റെ കൂടെ അല്ല AV കേബിളാണ് വരുന്നത്. കൂടിയ, അതായത് ഹലോ ബോക്സ് അങ്ങനെയുള്ള കൂടിയ നമ്മുടെ സ്റ്റാർ സാറ്റ് റിസീവറിൻ്റെ കൂടെയൊക്കെയാണ് AV കേബിളും HDMI കേബിളും വരുന്നത്. കുറഞ്ഞ സെറ്റ് ഓഫ് ബോക്സിൻ്റെ കൂടെ എല്ലാം AV കേബിളാണ് വരുന്നത്. HDMI കേബിൾ അഡീഷണൽ വാങ്ങിക്കണം. പിന്നെ കസ്റ്റമേഴ്സിന് അത്യാവശ്യം നോക്കാനുള്ള, ഓപ്പറേഷൻസ് ഒക്കെ നോക്കാനുള്ള ചെറിയൊരു മാനുവൽ, ഒരു 2-3 പേപ്പർ, ചെറിയൊരു ബുക്കിലെറ്റ് ആയിട്ട് വരുന്നൊരു മാനുവലും അവർ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ബോക്സ് 2 സൈഡിലും തെർമോക്കോൾ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. എന്തായാലും പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ട് നമുക്ക് ആ സെറ്റ് ഓഫ് ബോക്സിന് പുറത്തേക്ക് എടുക്കാം. മൊണ്ടേജ് ചിപ്സെറ്റ് ആണ് ഈ ഒരു സെറ്റ് ഓഫ് ബോക്സിൽ വരുന്നത്. ഏറ്റവും എടുത്ത് പറയാവുന്ന ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ഓഫ് ബോക്സിന്റെ ടൂണർ സെൻസിറ്റിവിറ്റി ആണ്. നല്ലൊരു ടൂണറാണ് ഈ ഒരു സെറ്റ് ഓഫ് ബോക്സിന് വരുന്നത്. നമുക്ക് ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് ഒക്കെ അല്ല, സിഗ്നൽ കുറഞ്ഞ TPs ഒക്കെ അത്യാവശ്യം നല്ല സിഗ്നലോടുകൂടി നമുക്ക് കയറി കിട്ടും. ടൂണർ സെൻസിറ്റിവിറ്റി നല്ല ബെറ്റർ ആണ് ഈ ഒരു സെറ്റ് ഓഫ് ബോക്സിന്. നമുക്ക് ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു LNB ഇൻപുട്ട്, ഒരു USB, HDMI ഔട്ട്പുട്ട്, AV ഔട്ട്പുട്ട്, പവർ ഇൻപുട്ട്, അതായത് അഡാപ്റ്റർ 12 വോൾട്ട് ഇൻപുട്ട്, RS-232 പോർട്ട്, നമുക്ക് കമ്പ്യൂട്ടർ വഴി സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള RS-232 പോർട്ട്, ഇത്രയാണ് ബാക്ക് സൈഡ് വരുന്നത്. 2 USB പോർട്ടാണ് ഈ സെറ്റ് ഓഫ് ബോക്സിന് വരുന്നത്. അതായത് നമുക്ക് USB പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാനും, അതായത് റെക്കോർഡ് ചെയ്യാനും 2 ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും മൂവീസോ പ്രോഗ്രാംസോ ഒക്കെ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലേ ബാക്ക് ചെയ്യാനുള്ള, മൂവീസൊക്കെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും
ഈ സെറ്റ് ഓഫ് ബോക്സിനൊക്കെ ഉണ്ട്. ഒരുവിധം മിക്ക സെറ്റ് ഓഫ് ബോക്സിലെയും MPEG-4 HD സെറ്റ് ഓഫ് ബോക്സിലെല്ലാം തന്നെ ഈ ഫംഗ്ഷൻ രണ്ടും ഉണ്ട്. അതായത് റെക്കോർഡ് ചെയ്യാനും പ്ലേബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി എന്തായാലും പവർ ഓൺ ചെയ്ത് മെനു ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് സാറ്റലൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. നമ്മുടെ ആ ഒരു ചിപ്സെറ്റ് വെർഷൻ, സോഫ്റ്റ്വെയർ, അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ അതൊരു ഗെയിം, 2 ചെറിയ ഗെയിംസ് ഉണ്ട്. പിന്നെ ലാംഗ്വേജ് സെറ്റിങ്സ്, AV സെറ്റിങ്സ്, അങ്ങനെയുള്ള സെറ്റിങ്സ് മെനു ഉണ്ട് ഇതിനകത്ത്. ഫേവറേറ്റ്സ് ആഡ് ചെയ്യാനും OSD സെറ്റിങ്സ്, അങ്ങനെയുള്ള സെറ്റിങ്സ് മെനു ഉണ്ട്. അതിൽ IPTV, VOD, വീഡിയോ ഓൺ ഡിമാൻഡ്, അങ്ങനെയുള്ള കുറച്ച് ഓൺലൈൻ അപ്ഡേറ്റ്, അതൊക്കെ ഹിഡനായിട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓപ്ഷനൊക്കെ വരത്തുള്ളൂ. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഫംഗ്ഷൻ എനേബിൾ ആകണമെങ്കിൽ കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നെറ്റ്വർക്ക് ഓപ്ഷനിലുള്ള നമുക്ക് എല്ലാ ഓപ്ഷനും വരത്തുള്ളൂ. അത് ആക്റ്റീവ് ആകത്തുള്ളൂ, വൈഫൈ എന്നുള്ള ഓപ്ഷനൊക്കെ വരത്തുള്ളൂ. അല്ലെങ്കിൽ 3G ഓപ്ഷൻ വരണമെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഒരു അഡാപ്റ്റർ 3G അഡാപ്റ്റർ കണക്ട് ചെയ്യണം USB-യിൽ. നെറ്റ്വർക്ക് വൈഫൈ ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് വൈഫൈ ആയിരിക്കണം. വേറെ അത് സപ്പോർട്ട് ചെയ്യാത്ത വൈഫൈ ആണെങ്കിൽ ഓപ്ഷൻ ഓപ്പൺ ആകത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമുക്കെന്തായാലും സാറ്റലൈറ്റ് ലിസ്റ്റിൽ പോയിട്ട് ഒരു C-ബാൻഡ് സാറ്റലൈറ്റ് ആഡ് ചെയ്യാം. Intelsat 17 ആണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, മിക്കവർക്കും അറിയാത്തൊരു പ്രശ്നമാണ് ഈ സാറ്റലൈറ്റ് ആഡ് ചെയ്ത് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മൾ സാറ്റലൈറ്റ് ലിസ്റ്റിൽ പോയിട്ട് സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. C-ബാൻഡ് ആയതുകൊണ്ട് LNB ഫ്രീക്വൻസി 5150 ആയി കൊടുക്കുക. അല്ലെങ്കിൽ 1 കേബിൾ ആണെങ്കിൽ 5750 ആഡ് ചെയ്ത് കൊടുക്കുക. 1 കേബിൾ സൊല്യൂഷൻ LNB ആണെങ്കിൽ പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോർട്ട് സെലക്ട് ചെയ്യുക. ഡൈസെക്ക് 1.0 ആണെങ്കിൽ അത് 4 പോർട്ട് സെലക്ട് ചെയ്യുന്നതാണ്, 4ന്റെ സ്വിച്ച് സെലക്ട് ചെയ്യുന്നതാണ്. 1.1-ലാണ് നമ്മൾ 8ന്റെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് ആ സാറ്റലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ സാറ്റലൈറ്റ് സ്കാൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട സാറ്റലൈറ്റ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക. ഞാനെന്തായാലും ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്ന കുറച്ച് പോർഷൻ സ്കിപ്പ് ചെയ്തു. ഇപ്പോൾ എന്തായാലും സ്കാനിങ് ഫുള്ളായി. ചാനൽ വന്ന ഒരു പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി DB മീറ്റർ വെച്ചിട്ട് ഡിഷ് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് സാറ്റലൈറ്റ് ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്കാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ സെറ്റ് ഓഫ് ബോക്സ് വെച്ചിട്ടാണ് സാറ്റലൈറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ സാറ്റലൈറ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് TP ലിസ്റ്റിൽ പോയിട്ട് 1-2 വെർട്ടിക്കലും ഹൊറിസോണ്ടലും TPs ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ട്രാക്ക് ചെയ്യുക. സെറ്റ് ഓഫ് ബോക്സ് വെച്ചിട്ട് ട്രാക്ക് ചെയ്ത സിഗ്നൽ കിട്ടിയതിന് ശേഷം ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സാറ്റലൈറ്റിലുള്ള ഫുള്ള് TPസും ചാനൽസും ഇങ്ങോട്ട് കയറി കിട്ടും. ഇതാണ് ഒരു സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയ സെറ്റ് ഓഫ് ബോക്സ് വാങ്ങിയിട്ട് അത് സ്കാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഇതാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്, എന്നാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാണ് പിന്നെയും പറയുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.